യാത്രാ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉംറ നിർവഹിക്കാനുള്ള തീർത്ഥാടകർ വീണ്ടും പതിയെ പതിയെ സംഘങ്ങളായും ഇൻഡിവിജ്വലായും മക്കയിലേക്ക് എത്തിത്തുടങ്ങുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും മനോഹരമായി ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഹജ്ജിൻ്റെ അനധികൃതമായ ഹജ്ജ് തടയുന്നതിന് വേണ്ടി ഉംറ വിസ നിർത്തലാക്കുകയും ഉംറ തീർത്ഥാടനത്തിന് മാത്രമായി എത്തുന്ന ആളുകളെ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൗദി പൗരന്മാർക്ക് പോലും അല്ലെങ്കിൽ സൗദിയിലെ മറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ മക്കയിലേക്കുള്ള പ്രവേശനം തടഞ്ഞു വെക്കുന്ന ഒരു നിയമവുമായി അനധികൃത ഹജ്ജ് തടയാൻ സൗദി മുന്നോട്ട് വന്നിരുന്നു. അതിനുശേഷം മക്കയിൽ കഴിഞ്ഞിരുന്ന ഹാജിമാർ, ഹജ്ജിനെത്തിയ ആളുകൾ ഏകദേശം മുഴുവനായി മദീനയിലേക്കും നാട്ടിലേക്കും എത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹജ്ജിനെത്തിയ ഏകദേശം 90% ആളുകളും മദീനയിലും നാട്ടിലും എത്തിയിരിക്കുന്നു. അതിനുശേഷം ഉംറ ഗ്രൂപ്പുകൾ സംഘങ്ങളായി ഉംറ വിസയിലെ പ്രതിസന്ധികളെല്ലാം അവസാനിപ്പിച്ച് ചെറിയ ചെറിയ സംഘങ്ങളായി ഉംറ വിസയിലുള്ള ആളുകൾ മക്കയിലേക്ക് ഹറമിനെ വലയം വെക്കാൻ സംഘങ്ങളായി ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ എത്തിത്തുടങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ജൂലൈ ആദ്യ വാരത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് സംഘങ്ങളായുള്ള ഗ്രൂപ്പുകളായിട്ടുള്ള ഉംറകൾ പോയിട്ടുണ്ടായിരുന്നു. ജൂണിൻ്റെ 10 ശേഷം ഉംറ വിസയിൽ, ഇൻഡിവിജ്വൽ ഉംറ വിസയിലും ഗ്രൂപ്പ് ഉംറ വിസയിലും ഒക്കെ ഹോട്ടൽ ബുക്കിങ്ങുമായൊക്കെ ബന്ധപ്പെട്ട് പല പ്രതിസന്ധികളും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതൊക്കെ പരമാവധിയും പരിഹരിച്ച്, എന്നാൽ പൂർണ്ണമായി സൗദിയുടെ നിയന്ത്രണ രേഖയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ലൈസൻസുള്ള കെട്ടിടങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉംറ ഗ്രൂപ്പുകൾക്ക് ഹോട്ടലുകൾ അലോട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട യാത്രക്കാർക്ക് നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിച്ച സൗദിയുടെ നീക്കം വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും മദീനയിൽ നിന്ന് കുറച്ചാളുകൾ കൂടി നാട്ടിലേക്ക്, ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മടങ്ങിയാൽ ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഏകദേശം മുഴുവനായും മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ ഉംറകൾ വീണ്ടും സജീവമാകും. ഇനി റബീഉൽ അവ്വൽ സീസൺ അടക്കം നിലവിൽ ഉംറ വിസയിലെത്തിയ ഉംറക്ക് എത്തിയ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദിയിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഏകദേശം 37-40 വരെ ഡിഗ്രി ചൂടാണ് മക്കയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. യാത്രയുടെ ത്യാഗത്തിനിടയിൽ അത് മനോഹരമായി നിർവഹിക്കുന്ന ഉംറ തീർത്ഥാടകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. ഏതായാലും മനോഹരമായി ഉംറ വിസകളും ഉംറ തീർത്ഥാടനങ്ങളും വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.